ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു അടിപൊളി സ്നേക്ക് പാർക്ക് പരിചയപ്പെടുത്താനാണ്. MP രാഘവൻ്റെ പേരിലാണ് ഈ സ്നേക്ക് പാർക്ക് അവിടെ നിലകൊള്ളുന്നത്. അതായത് MVR സ്നേക്ക് പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിൽ എന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു സ്നേക്ക് പാർക്ക് എന്നാണ് ഞാനിതിനെ കരുതുന്നത്. അങ്ങനെ നമ്മൾ 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് അതിനകത്തേക്ക് പ്രവേശിച്ചു. അകത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ല കുളിർമയാണ്. നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സ്നേക്ക് പാർക്ക് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താ സ്നേക്ക് പാർക്ക് എന്നുകൊണ്ട് മീനുകളെ കാണിക്കുന്നതല്ല. അപ്പോൾ സ്നേക്ക് പാർക്കിൽ എല്ലാം ഉണ്ട് കേട്ടോ, മീനുണ്ട്, എല്ലാം ഉണ്ട്. അത് നമ്മൾ അകത്ത് പോയപ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. നമ്മൾ അങ്ങനെ ആദ്യം അതിനകത്തോട്ട് പോയി. പോകുമ്പോൾ തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അവിടെ ഒരുക്കിയിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു 30-40 തരം മീനുകൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്നേക്ക് പാർക്ക് എന്ന് പറഞ്ഞാൽ അകത്ത് കയറിയപ്പോൾ മൊത്തം സ്നേക്കാണെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. സംഭവം സ്നേക്ക് പാർക്കല്ല, മൊത്തത്തിലുള്ളൊരു പാർക്കാണ്. മീനുകൾ ഒരു രക്ഷയില്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് മീനുകൾ. അതിനേക്കാൾ ഉപരി അത് ഒരുക്കിയിട്ടുള്ള ആ സെറ്റപ്പാണ് നമ്മൾക്ക് ആകർഷണീയമായത്. നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാട്ടുപൂച്ച, ആ മറ്റോരോ സംഭവങ്ങളുടെ മരപ്പെട്ടി, അങ്ങനെ കുരങ്ങന്മാർ, അങ്ങനെ ഓരോന്നിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കാണാൻ പോയപ്പോഴാണ് അവിടെ ഒരു കാട്ടുപൂച്ച ഇരിക്കുന്നുണ്ട്. കാട്ടുപൂച്ചയാണോ നാട്ടുപൂച്ചയാണോ നമ്മൾക്ക് പെട്ടെന്ന് കണ്ടത് മനസ്സിലായില്ലല്ലോ. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് വീണ്ടും അകത്തോട്ട് പോകുകയാണ്. അകത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ കവാടം ഒരുക്കിയിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ. പണി കഴിഞ്ഞിട്ടില്ല, പണി പൂർത്തിയായിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കരിങ്കല്ലിൽ ചെയ്ത് ഒരു പ്രത്യേക ഡിസൈനിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും ഇതിൻ്റെ ഒരു കവാടം. അപ്പോൾ നമ്മളതെല്ലാം കണ്ട് അവിടെ കുരങ്ങന്മാരുടെ ഒരു ഇതുണ്ടെന്ന് കേട്ടു. അപ്പോൾ നമ്മൾ അതിലോട്ട് പോകുമ്പോൾ കുരങ്ങന്മാരവിടെ അവർക്ക് അടിപൊളി ഒരു ജാളി, ഫുൾ എൻജോയ്മെൻ്റ് അവന്മാർ, ഒരു രക്ഷയില്ലാത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എമുവിൻ്റെ അടുത്തോട്ടാണ്. എമു പിന്നെ പറയണ്ടല്ലോ, അവറ്റകളെ എങ്ങനെയെങ്കിലും ഈ കൂട്ടുന്നത് പുറത്ത് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ കണ്ടപ്പോൾ നമ്മൾ അടുത്തോട്ട് ഓടി വരികയാണ്. അതിനെങ്ങനെയെങ്കിലും തുറന്നു വിടുമല്ലോ എന്ന് കൊണ്ട് നമ്മളത് ചെയ്യില്ല, നിങ്ങൾക്കറിയാലോ. അതെല്ലാം കഴിഞ്ഞ് പുറത്തെ കാഴ്ചയിലോട്ട് ഒന്ന് വന്നപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ടുള്ള മരങ്ങളാണ്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊന്നും നമ്മൾക്ക് ഒരു ബാധകമേ ആയിരുന്നില്ല. പിന്നെ നമ്മളങ്ങനെ അവിടെയുള്ള ഓരോ പരുന്തുകളുടെയും വെള്ളിമൂങ്ങ, അങ്ങനെ ഓരോന്നിനെയൊക്കെ നോക്കി. അതൊരു പ്രത്യേകതരം കൊക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് നമ്മുടെ ദേശീയ പക്ഷി മയിൽ. അപ്പോൾ മയിലിനൊക്കെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇഷ്ടംപോലെ പഴയ പോലെ ഒന്നും അല്ലല്ലോ, മയിലൊക്കെ ഇപ്പോൾ റോഡിലൂടെയും പാടത്തൂടെയും നമ്മുടെ വീട്ടിൽ വരെ വരുന്നൊരു സിറ്റുവേഷനിലാണ്. ഇതൊരു പ്രത്യേകതരം കോഴിയാണ്. അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്തതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ പാമ്പിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ മൂർഖൻ പാമ്പ്, നാജ എന്നറിയപ്പെടുന്ന പടം വിരുത്തി നിൽക്കുകയാണ് കേട്ടോ. അത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ആ പടം വിരുത്തി അവിടെ ഇങ്ങനെ നിൽക്കണം. വല്ല ഒരു രക്ഷയില്ല, അടുത്ത് പോയാൽ അപ്പോൾ നമ്മളത് കടിക്കും. പച്ച കളറായിട്ടുള്ളൊരു ഓന്താണിത്. നമ്മളൊക്കെ നാട്ടിൽ വരുന്ന ഓന്ത് കാണുമ്പോൾ ഓന്തൊക്കെ നമ്മളെ കാണാത്തുമ്പോൾ ഓടുമല്ലേ. ഇവറ്റകളൊന്നും അങ്ങനെ ഓടുന്നൊരു ടൈപ്പല്ല. മനുഷ്യന്മാരുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന തരത്തിലുള്ളതാണ് ഈ മൃഗങ്ങളെല്ലാം. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ്, ഈ ബ്രോയിലർ കോഴികൾക്കൊക്കെ നമ്മൾ വളർത്തുന്ന പോലെയാണ് ഇവന്മാരുടെ എല്ലാം അവസ്ഥ. നമ്മൾ എന്ത് ഫുഡ് കൊടുക്കുന്നോ അത് അവർ കഴിക്കുന്നു, അവരവിടെ കിടന്നുറങ്ങുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. മനുഷ്യന്മാരുമായിട്ട് അത്രയ്ക്ക് ഇടപഴകി പോയി. ശരിക്കും അങ്ങനെ ആവാൻ പാടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് അവിടെ ഒരു മുളയുടെ ഒരു കവാടം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മുതലകൾ, ഒരുപാട് മുതൽ. ഞാൻ കുറേ പാർക്കുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും മുതലകൾ ആദ്യമായിട്ട് ഇത്രയ്ക്കും കണ്ടത് ഈ കണ്ണൂർ വന്നിട്ടുള്ള MVRൻ്റെ സ്നേക്ക് പാർക്കിലാണ് കേട്ടോ. ഒരു 20-30 മുതലകളെങ്കിലും ചീങ്കണ്ണി അവിടെ ഉണ്ട്, ഒരു രക്ഷയില്ല. ഇതൊന്നും അല്ല, ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ പിന്നീടാണ് ഇത് കണ്ടത്, ഇവിടെ ഇത്രയൊക്കെ ഉള്ളത്. ഇങ്ങനെ മനസ്സിലായോ നമ്മളിതിന് മുമ്പ് കണ്ടത് മുതലപിടുത്തക്കാരൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി സ്നേക്ക് പാർക്കാണെന്ന് പറഞ്ഞാൽ അകത്ത് കയറിയിട്ട് സ്നേക്കിനൊന്നും കാണാനില്ല. അതാണ് അവിടുത്തെ വലിയ രസം. പക്ഷെ എന്നിരുന്നാലും കുറച്ച് സ്നേക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കണ്ടത് ഇതൊക്കെ സ്നേക്കിൻ്റെ ഒരു ചിത്രങ്ങൾ. അതിനകത്തോട്ട് സ്നേക്കിന് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് പോകുമ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. കുറച്ച് സ്നേക്കുകളുണ്ട്, നമ്മളൊക്കെ സ്ഥിരം കാണുന്നത് തന്നെയാണിത്. കുറേ പാർക്കുകളിൽ നമ്മൾ പോയിട്ടുള്ളത് കൊണ്ട് എല്ലാവിടെയും ഉള്ള അതേ പാമ്പുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ പറശ്ശിനിക്കടവ് വരുന്നുണ്ടെങ്കിൽ
ഈ സ്നേക്ക് പാർക്ക് ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് പലർക്കും കൊടുത്ത് എവിടെയും കൂടി പോയിട്ട് നിങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോയാൽ മതി. കാരണം കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് അവിടെ. കുറേ പേര് വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എല്ലാം ചെയ്യുന്നുണ്ട്. കാണാൻ ഒരുപാടുണ്ട്. പിന്നെ അവിടെ പാമ്പുകളുടെ ചിത്രങ്ങളൊക്കെ കുറേ ഒരു ചേച്ചി വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അതായത് സ്നേക്ക് പാർക്കിന് അകത്തോട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കണ്ടൊരു കാഴ്ച, ഐ ലവ് സ്നേക്ക് പാർക്ക് എന്ന് എഴുതി സെറ്റപ്പ് ആയിട്ടുണ്ട്.